കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ CPM നേതാക്കളുമായി എത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ യോഗം ചേരൽ. കർക്കിടക വാവിന് ഉണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. ഹൈന്ദവ സംഘടനാ നേതാക്കളെ അറിയിച്ചില്ലെന്ന് പരാതി. ക്ഷേത്രത്തിലെ സപ്താഹ പന്തലിൽ പോലീസ് സംരക്ഷണത്തിലായിരുന്നു യോഗം. ബലിതർപ്പണ ദിവസം നിരവധി ഭക്തരാണ് ബലിയർപ്പിക്കാനാവാതെ കണ്ണീരോടെ മടങ്ങിയത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കാരണം അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുപോലും സഹിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെല്ലാം തന്നെ വിലയിരുത്തൽ നടത്തിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സ്ഥലമാണ്, അവിടെ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭം ഒരു സുവർണാവസരമായി കരുതിക്കൊണ്ട് ദേവസ്വം ബോർഡിനെ ആകെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളൊരു പ്രവർത്തനവുമായി പോകുന്നത് ശരിയല്ല. അതിൻ്റെ ഒരു ക്ഷീണം സംഭവിക്കുന്നത് ആ പ്രദേശത്തെ ക്ഷേത്രത്തിനും ആ പ്രദേശത്തിനും കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷെ അതെല്ലാം വക്രീകരിച്ചുകൊണ്ട് തിരുമുല്ലവാരത്ത് മാത്രം ദേവസ്വം ബോർഡിന് എന്തൊക്കെയോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ ബലിതർപ്പണ ദിവസം നമ്മൾ കണ്ടതാണ് നിരവധി ഭക്തർ ബലിയർപ്പിക്കാനാകാതെ കണ്ണീരോടെ മടങ്ങിയത്. വലിയ വാർത്തയായി ഇടം പിടിച്ച ഒരു സംഭവമാണ് അന്ന് നടന്നത്. ഈ സംഭവത്തെ ചെറിയൊരു പ്രശ്നമായി വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചനയും അങ്ങനെയാണ്. വിവരങ്ങൾ. അതായത് ഇന്ന് തിരുമുല്ലവാരം ക്ഷേത്രത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തിയത് ഈ CPM നേതാക്കളുമായാണ്. പോലീസിന്റെ സംരക്ഷണയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ക്ഷേത്രത്തിലെത്തി. ഈ കർക്കിടക വാവിനുണ്ടായ, അതായത് ബലിതർപ്പണ ദിവസം ഇവിടെ ഭക്തർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരിട്ട് തന്നെ കണ്ടതാണ്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അന്ന് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് എത്തിയതായിരുന്നു. ഇതിൽ തന്നെ CPM ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ചുമതലപ്പെട്ട ആളുകൾ, അതോടൊപ്പം മുൻ മേയർ തുടങ്ങിയ മറ്റ് നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ സപ്താഹ പന്തലിൽ ഈ പോലീസിന്റെ സംരക്ഷണയിൽ ഒരു യോഗം നടന്നത്. അതായത് പാർട്ടി യോഗം പോലെ തന്നെയായിരുന്നു ഇന്ന് ക്ഷേത്രത്തിനുള്ളിൽ ഒരു യോഗം സംഘടിപ്പിച്ചത്. ഈ യോഗത്തിലാണ് ഈ ഉപദേശക സമിതിയിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വിളിച്ച് ഇരുത്തിയ ശേഷം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. പിന്നീട് ഈ ദേവസ്വം പ്രസിഡന്റ് നടത്തിയ പ്രതികരണമാണിത്. എന്തായാലും നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം, ക്ഷേത്രത്തിൽ CPM കടന്നുകയറ്റം അത് നമ്മൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ CPMനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പല ചടങ്ങുകളെയും, ബലിതർപ്പണത്തെ നേരത്തെ തന്നെ ആ ദിവസത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ല, അവിടെ എത്തുന്നവർക്ക് കണ്ണീരോടുകൂടി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ചടങ്ങിനെ ഇങ്ങനെ തകർക്കുവാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഈ ഉയർന്നിട്ടുണ്ടായിരുന്ന ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾക്ക് എത്തുമ്പോൾ അവിടെ CPMനെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പാർട്ടി ചർച്ചകൾ പോലെ ആക്കിയ ശേഷം അവിടെ പ്രതികരിച്ചത് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു ഹൈന്ദവ സംഘടനാ നേതാക്കളെയോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചവരെയോ വിളിക്കാതെയാണ് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചത്. ഇതിലാണ് തീരുമാനമെടുത്തതായി ഈ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയോടുകൂടിയാണ് അവിടെ എത്തിയതും പിന്നീട് ഈ യോഗമൊക്കെ നടന്നതും. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തൃപ്തരല്ല എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഒരു പ്രശ്നം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് ഒരു സാമഗ്രികൾ പോലും കിട്ടാതെ അവർ പിന്നീട് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഭക്തരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ബലിതർപ്പണ ചടങ്ങിനെ തന്നെ ഇല്ലാതാക്കാൻ ഒരു ശ്രമമുണ്ടായി എന്നുള്ളതാണ് ഇതിൽ ദേവസ്വം പ്രസിഡന്റ് പ്രതികരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ വീഴ്ച മറച്ചു വെക്കുവാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചനയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇക്കാര്യം വളരെ ലഘൂകരിച്ച് കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വളരെ പ്രകടമാണ്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.